വർദ്ധിച്ചു വരുന്ന തീപിടുത്ത കേസുകൾക്കിടയിൽ ജീവൻ പണയം വെച്ചാണ് അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനം. വേനൽ കഴിയും വരെ ഇനി തീപിടുത്ത കേസുകളുടെ നിരക്ക് ഉയരും. പല വെല്ലുവിളികളും മറികടന്നാണ് അവർ ഓരോ ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കുന്നത്. ഒരു അഗ്നിരക്ഷാ ഉദ്യമം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. കോൾ വന്നുടനെ സമയം പാഴാക്കാതെ വിവരം ലഭിച്ചിടത്തേക്ക് തിരിക്കും. എറണാകുളം ജില്ലയിലെ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ 3 മാസത്തിൽ തീപിടുത്ത കേസുകൾ കൂടി വരുന്നത് കാണാം. ആക്രി വസ്തുക്കൾ ശേഖരിക്കുന്ന ഇടങ്ങളിലെ തീപിടുത്തം മുതൽ പറമ്പുകളിൽ ഉണ്ടാകുന്ന പുല്ലുകൾക്ക് തീ പിടിക്കുന്നതുവരെ അത് നീളും. നിലവിൽ ഒക്ടോബറിലൊക്കെ കേവലം 64 നവംബർ അതിൽ 98 അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ഈ എറണാകുളം ജില്ലയിൽ മൊത്തത്തിൽ വരുന്ന കോള്. അത് ഗാന്ധികളിലാണെങ്കിൽ 6, 17 അങ്ങനെ ആ രീതിയിൽ ഒക്കെ വന്നു. പക്ഷേ ഇപ്പോൾ ഈ ഡിസംബറിൽ എറണാകുളം ജില്ല മാത്രം 187ഓളം ഫയർ കോളുകളുണ്ടായി. പക്ഷേ ഇപ്പോൾ ജനുവരി 2026 ഈ ആഴ്ച 150ൻ്റെ അടുത്ത് ഫയർ കോളുകളായി എറണാകുളം ജില്ലയിൽ അറ്റൻഡ് ചെയ്തു. ഏറിയ പങ്കും ആളുകളുടെ അശ്രദ്ധയിൽ നിന്നാണ് തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. മാലിന്യ കൂമ്പാരത്തിന് തീയിട്ട് അത് കിടത്താതെ പോകുന്നതിൽ നിന്നുണ്ടാകുന്ന തീപിടുത്തം, സിഗരറ്റ് കുറ്റിയിൽ നിന്ന് പടരുന്ന തീ, കൂടാതെ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള സാങ്കേതിക പിഴവുകളും കാരണമാകുന്നു. വേനൽ കനക്കും തോറും ഇത്തരം തീപിടുത്ത കേസുകൾ ഇനിയും ഉയരുന്നതാണ് മുൻവർഷങ്ങളിൽ കണ്ടിട്ടുള്ളത്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ മൊത്തത്തിൽ ഷീറ്റ് വെച്ച് അടച്ച് കെട്ടിയിരിക്കുന്നവർ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് വെള്ളം പമ്പ് ചെയ്യാനൊരു ഉണ്ടാവില്ല. അത് കുത്തിപ്പൊളിക്കാൻ നമ്മൾ കൈകൊണ്ടൊന്നും തൊടാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കില്ല പലപ്പോഴും. കാരണം ചൂടേറ്റ് അതിന് നല്ല ചൂടിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ കൈകൊണ്ടൊന്നും തൊടാതെ നമുക്ക് അത് കുത്തിപ്പൊളിച്ച് അത് മാറ്റിയാൽ മാത്രമേ അകത്തേക്ക് വെള്ളം നമുക്ക് പമ്പ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. അത് വളരെയേറെ ഉയർന്ന കെട്ടിടമാണെങ്കിൽ പ്രത്യേകിച്ചും, താഴ്ന്ന കെട്ടിടമാണെങ്കിൽ ഇപ്പോൾ ഷട്ടർ ഇട്ടൊരു കടമുറിയാണെങ്കിൽ പോലും അതിൽ ആ ഷട്ടർ നമുക്ക് വളരെ ബ്ലെൻഡാകുമോ അല്ലെങ്കിൽ അത് നമുക്ക് ലോക്ക് വേണമെങ്കിൽ പൊട്ടിക്കാം. പക്ഷെ അത് പൊക്കി മുകളിലേക്ക് ആക്കണമെങ്കിൽ ആ ഷട്ടറിൻ്റെ ഒരു രീതി അറിയാമല്ലോ. പക്ഷെ നമുക്കത് പലപ്പോഴും അത് ഒന്ന് വളഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളെ കുത്തി അത് ഉയർത്താൻ വളരെ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. പിന്നെ നമുക്ക് സെൻറ്ററിൽ നിന്ന് അത് ഉയർത്താൻ നമുക്ക് പാടില്ല. അപ്പോൾ ഓക്സിജൻ്റെ ഇത് വരുമ്പോൾ തീ നമ്മുടെ നേരേക്ക് വരും. അപ്പോൾ ഒരു സൈഡിൽ മറഞ്ഞു നിന്ന് മാത്രമേ നമുക്കത് പൊക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവൻ പോലും പണയം വെച്ചുള്ള ദൗത്യത്തിൽ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിനുൾപ്പെടെ പ്രതിസന്ധികൾ ഇവർ നേരിടുന്നുണ്ട്. ഇടുങ്ങിയ വഴികളും വശങ്ങളിലെ പാർക്കിങ്ങും അലക്ഷ്യമായി കിടക്കുന്ന കേബിളുകൾ ഉൾപ്പെടെയായി അവ നീളും. തീപിടുത്തമുണ്ടാകാനുള്ള കാരണങ്ങൾ മുതൽ രക്ഷാസേനയ്ക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളിൽ ഉൾപ്പെടെ ചെറിയ ശ്രദ്ധ കൊണ്ടുവന്നാൽ ചില കേസുകളെങ്കിലും ഇല്ലാതാക്കാൻ നമുക്കും സാധിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.